നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. ബൂത്തുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ കാണപ്പെട്ടത് വോട്ടർമാരുടെ നീണ്ട നിര. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് SNTCയിൽ 170 നമ്പർ ബൂത്തിൽ ഭാര്യ സുധാകുമാരിക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് ഉണ്ണിത്താൻ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മുഴക്കം GUP സ്കൂളിലെ 35 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന് MV ബാലകൃഷ്ണൻ. NDA സ്ഥാനാർത്ഥി ML അശ്വിനി മഞ്ചേശ്വരം വാണി വിജയ പ്രൈമറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ ബൂത്ത് നമ്പർ 43 വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയ പ്രതീക്ഷയാണെന്ന് ML അശ്വിനി. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറായ ഇഷ കിഷോർ ഇത്തവണയും വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം വ്യക്തിത്വത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഇഷ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയതും സാങ്കേതിക തകരാറുകളും കാരണം പല ബൂത്തുകളിലും വോട്ടിംഗ് വൈകി. അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ 1334 പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിൽ ഒരുക്കിയത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വോട്ടിംഗ്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. സമയം 3 മണി കഴിയുമ്പോൾ 50% പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. പലയിടത്തും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു. സ്ത്രീകളും വയോധികരുമടക്കമുള്ളവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ എത്തുകയായിരുന്നു. ജില്ലയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം വോട്ടിംഗ് തുടങ്ങിയത് വൈകിയാണ്. മെഷീനുകളിൽ ബീപ്പ് ശബ്ദം പുറത്തുവരുവാൻ വൈകുന്നത് വോട്ടിങ്ങിന് സാധാരണയിൽ കൂടുതൽ സമയമെടുക്കുന്നതായി പല ബൂത്തുകളിലും പരാതി ഉയരുകയും ചെയ്തു. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്കിരിക്കുവാൻ ബെഞ്ചുകളും കുടിവെള്ള സൗകര്യം ഒരുക്കിയതും ഏറെ ആശ്വാസമായി. ചില ബൂത്തുകളിൽ പ്രായമായവരും രോഗികളായവരും വോട്ടിങ്ങിനെത്തിച്ച സഹായികളും വോട്ട് ചെയ്തത് കൂടുതൽ സമയമെടുത്തത് പരാതിക്കിടയാക്കി. 1000-ൽ പരം വോട്ടുകളുള്ള ബൂത്തുകളിൽ ഉച്ചകഴിഞ്ഞ് 2 മണിയാകുമ്പോഴേക്കും പകുതി വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടത്. ആദ്യ മണിക്കൂറുകളിലും തുടർന്നും കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ 3 മണ്ഡലങ്ങളിലും ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പോളിംഗ് ശതമാനം 50% പിന്നിട്ടിരുന്നു. കാഞ്ഞങ്ങാട്, ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നു. തികച്ചും സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നത്. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്ത് നമ്പർ 113, 114, 115, ALPS ചെങ്കളയിലെ ബൂത്ത് നമ്പർ 106, 107 എന്നിവിടങ്ങളിൽ കള്ളവോട്ട് നടന്നതായും പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട്. വരണാധികാരി K ഇമ്പശേഖരനാണ് പരാതി നൽകിയത്. പയ്യന്നൂരിൽ CPM ബൂത്ത് പിടിച്ചെടുത്തതായി ആരോപിച്ച് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ എവിടെയും മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. 10 DYSPമാരുടെ നേതൃത്വത്തിൽ 8 സബ് ഡിവിഷനുകളിലായി തിരിഞ്ഞായിരുന്നു സുരക്ഷ. കൂടാതെ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു. 14,52,230 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ 1334 പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയത്. 4,561 ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് SNTTCയിൽ 170 നമ്പർ ബൂത്തിൽ ഭാര്യ സുധാകുമാരിക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് SNTTCയിൽ 170 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രാവിലെ ഭാര്യ സുധാകുമാരിക്കൊപ്പം എത്തിയാണ് ഉണ്ണിത്താൻ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. വോട്ട് ചെയ്ത് സംസാരിക്കവേ ഇത്തവണ ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു.
റെഡിയാണോ? മണ്ഡലത്തിലെ ആദ്യത്തെ വോട്ടാണ്. മണ്ഡലത്തിലെ ആദ്യത്തെ വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനും എൻ്റെ ഭാര്യയും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ആദ്യത്തെ വോട്ടല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ റസാഖ് തായിലക്കണ്ടിയുടെ ഭാര്യയാണ് ഇവിടെ മത്സരിച്ചത്. ഞാൻ അന്ന് ആദ്യമായിട്ട് വോട്ട് ചെയ്ത് അവർക്കാണ്, ഏണി ചിഹ്നത്തിലാണ്. ഇപ്പോൾ രണ്ടാമത് പാർലമെൻറ്റ് വന്നപ്പോൾ എൻ്റെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ, എൻ്റെയും ഭാര്യയുടെ വോട്ട് നഷ്ടപ്പെടാൻ, ഞങ്ങളുടെ വോട്ട് കൊല്ലത്ത് പ്രേമേന്ദ്രനാണ്. പക്ഷെ കഴിഞ്ഞ തവണ 2 വോട്ടും പോയി ചെയ്യാൻ പറ്റാതെന്നുള്ള ദുഃഖം കൊണ്ട് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു. എൻ്റെ വൈഫ് സുധയ്ക്കും കൈപ്പത്തി ചിഹ്നത്തിൽ അവരുടെ ഭർത്താവിന് വോട്ട് ചെയ്യാൻ സാധിച്ചു. അതാണ് ഒരു പ്രത്യേകത. കഴിഞ്ഞ 5 വർഷക്കാലം അവരൊരു MP-യുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്നെ ജയിപ്പിക്കുക എന്നുള്ളത് വോട്ടർമാരുടെ പിന്നെ ഒരു പ്രതിജ്ഞയാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല, ഈ വരുന്ന UDF ഒന്നുമല്ല, എല്ലാവരും, എല്ലാ പാർട്ടിയുടെ എല്ലാവരും ഇത്തവണ എനിക്ക് അനുകൂലം. അത് രാഷ്ട്രീയമൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 40,430 വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പരിപൂർണമായി ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്, സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി മാറും. അത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത്. 1,00,000-ൽ കൂടുതൽ എൻ്റെ ഭൂരിപക്ഷം കവിയും. ഇത്തവണ വരുന്ന വോട്ടർമാർ ഏത് പാർട്ടിക്കാരായാലും എൻ്റെ ചിഹ്നം കാണുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ അവർക്കാവില്ല. അത്ര കണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ ഞാൻ സ്നേഹിച്ചു. അവരും ഞാനുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥാനാർത്ഥിക്കൊപ്പം UDF-ന്റെ നേതാക്കളും ബൂത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മുഴക്കോം GUP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന് MV ബാലകൃഷ്ണൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുഴക്കോം ഗവൺമെന്റ് UP സ്കൂളിലെ 35-ാമത് ബൂത്തിൽ വോട്ട് ചെയ്തു. രാവിലെ 7:45ഓടെയാണ് LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാനെത്തിയത്. വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന് MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഇത് ജനങ്ങളുടെ തീർപ്പാണ്. കഴിഞ്ഞ 5 വർഷം തങ്ങളുടേതായ MP ഇല്ലാത്തതിന്റെ നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലുമുണ്ടെന്ന് പ്രചരണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കാണാനായി. എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിജയമായിരിക്കും ഇത്തവണ LDF-നുണ്ടാവുകയെന്നും MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും. അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു അന്യതാബോധം, ഒരു MP ഇല്ലാത്ത, തങ്ങളുടേതായ ഒരു MP ഇല്ലാത്ത ഒരു നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും രൂഢമൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് മുതൽ അതിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഇന്ന് രാവിലെ തന്നെ മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നത് നിസ്തർക്കമാണ്. കാരണം ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. നമ്മൾ വ്യക്തികൾ അതിലൊരു സ്ഥാനവും ഇല്ലാത്ത എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ്. വ്യക്തികളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതും ആരായിരിക്കണം താങ്കൾ തിരഞ്ഞെടുക്കുന്നത് എന്നതും ഒരു ജനാധിപത്യ മഹോത്സവത്തിൽ ജനങ്ങളാണ് അന്തിമ വിധി എഴുതുക. അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരിൽ എനിക്കുണ്ട്. എന്നെ അവർ ഇത്തവണ തിരഞ്ഞെടുത്തയക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കും ആ വിശ്വാസം തന്നെയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം LDF-ന്റെ നേതാക്കളും ബൂത്തിലെത്തിയിരുന്നു. തുടർന്ന് മറ്റു പോളിംഗ് ബൂത്തുകളും MV ബാലകൃഷ്ണൻ മാസ്റ്റർ നേതാക്കളോടൊപ്പം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
NDA സ്ഥാനാർത്ഥി ML അശ്വനി മഞ്ചേശ്വരം വാണി വിജയ പ്രൈമറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ ബൂത്ത് നമ്പർ 43-ൽ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്ന് ML അശ്വനി പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വനി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് 43-ൽ വാണി വിജയ പ്രൈമറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ ഭർത്താവ് ശശിധരയ്ക്കൊപ്പമായിരുന്നു അശ്വിനി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും എല്ലാവരും വോട്ട് ചെയ്യണമെന്നും ML അശ്വിനി അഭ്യർത്ഥിച്ചു. നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇത് എൻ്റെ സ്വന്തം ബൂത്താണ്. അപ്പോൾ ആൾക്കാർ ഞാൻ കണ്ടിട്ടും എല്ലാം നല്ല പരിചയമുള്ള ആൾക്കാരാണ്. പോയപ്പാടന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിക്കൊപ്പം NDA നേതാക്കളും ബൂത്തിലെത്തിയിരുന്നു. തുടർന്ന് മറ്റ് പോളിംഗ് ബൂത്തുകളും ML അശ്വിനി നേതാക്കളോടൊപ്പം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് GVHSS ഗേൾസിലെ 143-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം രാവിലെ തന്നെ എത്തിയാണ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസിലെ 143-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തന്നെ എത്തിയാണ് MLA വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും അതിൽ താനും ഭാഗവാക്കായെന്നും വോട്ട് ചെയ്ത് സംസാരിക്കവേ NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ വിജയിക്കണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ഭാഗവാക്കായിട്ടുള്ളത്. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജയിക്കണം, ഇന്ത്യ നിലനിൽക്കണം, ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്. ആ പോരാട്ടത്തിൽ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഭാഗവാക്കാൻ സാധിച്ചു. ഈ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഇന്ത്യ മുന്നണി പിന്തുണക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു വരേണ്ടതുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UDF നേതാക്കളും NA നെല്ലിക്കുന്നിനൊപ്പം ബൂത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ MLA CH കുഞ്ഞമ്പു അണങ്കൂർ മുനിസിപ്പൽ LP സ്കൂൾ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം രാവിലെ തന്നെ എത്തിയാണ് CH കുഞ്ഞമ്പു MLA സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഉദുമ MLA CH കുഞ്ഞമ്പു അണങ്കൂർ മുനിസിപ്പൽ LP സ്കൂൾ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രാവിലെ തന്നെ എത്തിയാണ് MLA സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. LDFന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും വോട്ട് ചെയ്ത് സംസാരിക്കവേ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണ LDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നതാണ് ഞങ്ങൾക്ക് ഇതുവരെ നടത്തിയ പ്രവർത്തനത്തിൽ നിന്നുള്ളൊരു അനുഭവം. പൊതുവെ ജനങ്ങളുടെ സപ്പോർട്ട് LDFന് അനുകൂലമായിട്ടുണ്ട്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. LDF നേതാക്കളും CH കുഞ്ഞമ്പു MLAയോടൊപ്പം ബൂത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറായ ഇഷ കിഷോർ ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം വ്യക്തിത്വത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇഷ കിഷോർ. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇഷ കിഷോർ ആദ്യമായി തന്റെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത്. അതിലൂടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറായി ഇഷ കിഷോർ മാറി. ഇത്തവണയും ഇഷ കിഷോർ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം വ്യക്തിത്വത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒന്നാണെന്ന് ഇഷ കിഷോർ പറഞ്ഞു. ഒരുപാട് സന്തോഷം, അഭിമാനം. ലോക്സഭാ ഇലക്ഷനിൽ രണ്ടാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. 2019 കാസർഗോഡ് ജില്ലയിൽ
ഒരാൾ മാത്രമേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഏകദേശം ജില്ലയിൽ 14 ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെയധികം അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ഇത്തവണ 14 ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 5 പേർ കന്നി വോട്ടർമാരാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ ഇടത് കേന്ദ്രങ്ങളിലുണ്ടായത് കനത്ത പോളിംഗ്. കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. തിരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇടത് കേന്ദ്രങ്ങളിലാണ് കനത്ത പോളിംഗ് ഉണ്ടായത്. കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ രാവിലത്തെ ആദ്യത്തെ 3 മണിക്കൂറിൽ 21.76% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്. രണ്ടാം സ്ഥാനത്ത് 19.68% കല്യാശ്ശേരി മണ്ഡലമാണ്. തൃക്കരിപ്പൂർ മണ്ഡലമാണ് മൂന്നാം സ്ഥാനത്ത്. 18.16% പേരാണ് ആദ്യത്തെ 3 മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആദ്യ 3 മണിക്കൂറിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ്. 16.65%. കാസർഗോഡ് മണ്ഡലത്തിൽ 16.82% പേർ വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ജില്ലയിൽ വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ മഞ്ചേശ്വരത്തെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലുണ്ടായത് വോട്ടർമാരുടെ നീണ്ട നിര. മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണുണ്ടായത്. കുഞ്ചത്തൂർ, ഉദ്യാവര, മഞ്ചേശ്വരം, ഉപ്പള തുടങ്ങി മഞ്ചേശ്വരം താലൂക്ക് പരിധിയിലുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ചുട്ടുപൊള്ളുന്ന വെയിലിലും വോട്ടർമാർ ചൂട് സഹിച്ച് വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിലെ ആദ്യത്തെ പോളിംഗ് സ്റ്റേഷനായ കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1, 2, 3 ബൂത്തിലും വോട്ടർമാരുടെ ക്യൂ കാണപ്പെട്ടു. എന്നാൽ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും നടപടികൾ മന്ദഗതിയിലായതിനാൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണിക്കൂറുകളോളം വോട്ടർമാർ കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഭിന്നശേഷിക്കാർ, രോഗികൾ, വൃദ്ധർ, ഗർഭിണികൾ എന്നിവർ സ്വന്തം വാഹനത്തിലും വീൽചെയറിലും എത്തി വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിലെ ആദ്യത്തെ പോളിംഗ് ബൂത്ത് അടക്കം ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും ദാഹമകറ്റാൻ അധികൃതർ ജലസംവിധാനം ഒരുക്കാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. വെള്ളിയാഴ്ചയായതിനാൽ ജുമാ നിസ്കാരത്തിന് വേണ്ടി നേരത്തെ വോട്ട് ചെയ്യുന്നതിനായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും രാവിലെ തന്നെ മുസ്ലിങ്ങളുടെ നീണ്ട ക്യൂ കാണപ്പെട്ടു. കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വനി അവരുടെ സ്വന്തം ബൂത്തായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ അടുക്കളകെട്ടെ കൊഡ്ലു മൊഗറു ശ്രീ വാണി വിജയ AUP സ്കൂളിൽ ബൂത്ത് 43 വോട്ട് രേഖപ്പെടുത്തി. ഭർത്താവ് ശശിധരയ്ക്കൊപ്പമായിരുന്നു അശ്വിനി വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയതും സാങ്കേതിക തകരാറുകളും പല ബൂത്തുകളിൽ വോട്ടിംഗ് വൈകുവാൻ കാരണമായി. 1/2 മുതൽ 2 മണിക്കൂർ വരെ സമയം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുഴക്കോത്ത് ഗവൺമെന്റ് UP സ്കൂളിലെ 35-ാം ബൂത്തിൽ വോട്ടെടുപ്പ് 1/2 മണിക്കൂറിലധികമാണ് വൈകിയത്. മോക്ക് പോളിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഡിജിറ്റൽ അക്കങ്ങളിലുണ്ടായ വ്യത്യാസം രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പ്രശ്നം പരിഹരിച്ച ശേഷം രാവിലെ 7:35ഓടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പുംതല തെക്കേവളപ്പ് അംഗൻവാടി 192ാമത് ബൂത്തിൽ 50 മിനിറ്റ് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. VVPAT മെഷീനിൽ തടസ്സമുണ്ടായതാണ് കാരണം. പിന്നീട് VVPAT മെഷീൻ മാറ്റിവെച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ഈസ്റ്റേളേരി പഞ്ചായത്തിലെ പാലാവയൽ 89ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് മൂലം 2 മണിക്കൂർ വോട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. നിരീക്ഷകൻ ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് പ്രശ്നപരിഹാരമുണ്ടാക്കിയത്. കണ്ണിവയൽ TTI 85ാമത് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്ന് 1/2 മണിക്കൂർ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. വോട്ടിംഗ് മെഷീനുകളും VVPAT തകരാർ ഉണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് സമയം നഷ്ടപ്പെട്ട ബൂത്തുകളിൽ എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കടുത്ത ചൂടിനെ പോലും അവഗണിച്ച് ക്യൂ നിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ തീരദേശ പഞ്ചായത്തുകളിലെയും ഇടനാട് മേഖലയിലെയും ഭൂരിഭാഗം പോളിംഗ് സ്റ്റേഷനുകളിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് നൂറുകണക്കിന് ആളുകൾ വോട്ട് ചെയ്തത്. പ്രായഭേദമന്യേ വോട്ടർമാർ രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. മെഷീനുകളിൽ ബീപ്പ് ശബ്ദം പുറത്തുവരാൻ വൈകുന്നത് വോട്ടിങ്ങിന് സാധാരണയിൽ കൂടുതൽ സമയമെടുക്കുന്നതായി പല ബൂത്തുകളിലും പരാതി ഉയരുകയും ചെയ്തു. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്കിരിക്കാൻ ബഞ്ചുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയതും ഏറെ ആശ്വാസമായി. ചില ബൂത്തുകളിൽ പ്രായമായവരും രോഗികളായവരും വോട്ടിങ്ങിനെത്തിച്ച സഹായികളും വോട്ട് ചെയ്തത് കൂടുതൽ സമയമെടുത്തതും പരാതിക്കിടയാക്കി. 1000-ൽ പരം വോട്ടുകളുള്ള ബൂത്തുകളിൽ ഉച്ചകഴിഞ്ഞ് 2 മണി ആവുമ്പോഴേക്കും പകുതി വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത് പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ച്. തിരഞ്ഞെടുപ്പ് ദിവസവും മുഴുവൻ ബൂത്തുകളും ഹരിതചട്ടം പാലിച്ചാണ് പ്രവർത്തിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഇത്തവണ പൂർണ്ണമായും ഹരിതചട്ടം നടപ്പാക്കി. തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഭക്ഷണ പദാർത്ഥങ്ങൾ, കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും കണ്ടെയ്നറുകളും ഒഴിവാക്കിയാണ്. ബൂത്തുകളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ പ്രകൃതി സൗഹൃദ കൂടകളാണ് ഒരുക്കിയത്. ഹരിതചട്ടം പാലിക്കുന്നതിനായി പരിസ്ഥിതി സൗഹൃദ പ്രചരണവും ഒരുക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളിൽ ജില്ലയിൽ ഹരിതചട്ടം പാലിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഹരിതചട്ടം പാലിച്ചായിരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ ക്രമീകരണം, ഇലക്ഷൻ സാധന സാമഗ്രികളുടെ കൈമാറ്റം എന്നിവയും പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിച്ചാണ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിലും സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിരുന്നു. യുവാക്കൾ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനും ജില്ലയിലുണ്ടായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ 150 ഹോളി ഫാമിലി എയ്ഡഡ് സീനിയർ ബേസിക് സ്കൂൾ കുമ്പള, കാസർഗോഡ് പോളിംഗ് സ്റ്റേഷൻ 138 കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, ഉദുമയിൽ പോളിംഗ് സ്റ്റേഷൻ 148 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടംകുഴി, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ 20 മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കോത്ത്, തൃക്കരിപ്പൂരിൽ പോളിംഗ് സ്റ്റേഷൻ 45 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചീമേനി നോർത്ത് എന്നിവയാണ് വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾ. 5 നിയോജക മണ്ഡലങ്ങളിലും മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. തനത് ബൂത്തുകളായി ജില്ലയിൽ 4 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത്. ഭിന്നശേഷിക്കാരായ ജീവനക്കാർ നിയന്ത്രിക്കുന്ന 2 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ 115 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെർക്കള, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷൻ 135 ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് എന്നിവയാണ് പോളിംഗ് സ്റ്റേഷനുകൾ. യുവാക്കൾ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ് ജില്ലയിലുള്ളത്. അടോട്ട് തുച്ചാനം തറവാട് പ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ആദരിക്കൽ ചടങ്ങും നടത്തി. അള്ളടമുക്കാദം ദേശത്തിനധിപൻ മടിയൻകൂലം ക്ഷേത്രപാലകൻ ഈശ്വരന്റെയും അടോട്ട് മൂത്തേടത്തുകുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽപ്പെടുന്നതും മൂലസ്ഥാനമായ മാണിക്കോത്ത് മുണ്ടയിൽ വീട് തറവാടിന് കീഴിൽ വരുന്നതുമായ അടോട്ട് തുച്ചാനം തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം പുലർച്ചെ പൊട്ടൻതെയ്യം അരങ്ങിലെത്തി. തുടർന്ന് വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ് ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങളും കെട്ടിയാടി.
വൈകിട്ട് നടത്തിയ വിളക്കിലരി ചടങ്ങോടുകൂടിയാണ് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തമാനസങ്ങളെ അനുഗ്രഹിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് തിരുവപ്പന വെള്ളാട്ടത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ മടപ്പുര സന്നിധിയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് പ്രസാദം വിതരണം ചെയ്തു. കലശം പൊലിക്കൽ, ദൈവത്തെ മലകയറ്റൽ എന്നീ ചടങ്ങുകളോടെയാണ് മഹോത്സവത്തിന് സമാപനം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രസിദ്ധമായ ചിത്താരി കുദ്രു ശ്രീ മൂകാംബിക ദേവസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തി. മൂകാംബിക ദേവിയുടെയും പരിവാര ദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത് നിരവധി ഭക്തർ. പ്രസിദ്ധമായ ചിത്താരി കുദ്രു ശ്രീ മൂകാംബിക ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ്. ഇക്കേരി മല്ലവ സാമ്രാജ്യത്തിലെ കുലഗുരു പരമ്പരയിലെ സ്ഥാനാധിപനും സർവോത്തിഷ്ഠ ഭുവനഗിരി സംസ്ഥാന മഠാധിപതി ശക്തിവിശിഷ്ടാദ്വൈത വേദാന്താചാര്യൻ കെളതി സംസ്ഥാന രാജഗുരു മരുളസിദ്ധ ശിവാചാര്യ മഹാസ്വാമികൾ കവലെ ദുർഗയ്ക്ക് ചേറ്റുകുണ്ട് ശ്രീ അയ്യപ്പ ഭജന മന്ദിര പരിസരത്ത് വെച്ച് പൂർണ്ണ കുംഭസ്വാഗതത്തോടെ മുത്തുകുടകളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും അകമ്പടിയോടെ തായമ്പക വാദ്യാഘോഷാദികളോടെ ശ്രീ ദേവസ്ഥാനത്തിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ഗുരുപാദ പൂജ, ആശീർവചനം, അധിവാസ ഹോമം, ധ്യാനാധിവാസം, പീഠാധിവാസം എന്നിവ നടന്നു. തുടർന്ന് പുലാഞ്ചിക്കുഴി തട്ടുമ്മൽ ശ്രീ അയ്യപ്പ ഭജന മന്ദിരം ആലക്കോട് സംഘവും അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രദ്ധേയമായി. തുടർന്ന് വിവിധ പൂജകൾ നടന്നു. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടക്കും. തുടർന്ന് വിവിധ പൂജാതികർമ്മങ്ങൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. ബൂത്തുകൾക്ക് മുന്നിൽ രാവിലെ മുതൽ കാണപ്പെട്ടത് വോട്ടർമാരുടെ നീണ്ട നിര. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് SNTCയിൽ 170 നമ്പർ ബൂത്തിൽ ഭാര്യ സുധാകുമാരിക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്ന് ഉണ്ണിത്താൻ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മുഴക്കം GUP സ്കൂളിലെ 35 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന് MV ബാലകൃഷ്ണൻ. NDA സ്ഥാനാർത്ഥി ML അശ്വിനി മഞ്ചേശ്വരം വാണി വിജയ പ്രൈമറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ ബൂത്ത് നമ്പർ 43 വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയാണെന്ന് ML അശ്വിനി. കാസർഗോഡ് ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടറായ ഇഷ കിഷോർ ഇത്തവണയും വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം വ്യക്തിത്വത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഇഷ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയതും സാങ്കേതിക തകരാറുകളും കാരണം പല ബൂത്തുകളിലും വോട്ടിംഗ് വൈകി. അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.